സമയം 7:55. ഈ രാവിലെ തന്നെ വീഡിയോ എടുക്കാൻ കാരണം നമ്മളിന്ന് തുടരും മൂവി കാണാൻ പോവാം. മോർണിംഗ് ഷോയ്ക്കാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 10 മണിക്കാണ് മൂവി സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന് മുമ്പ് അവിടെ എത്തിയില്ലെങ്കിൽ പടം തീരുവേ. സോ വേഗം തന്നെ റെഡി ആവാം. കാണിക്കാൻ മാത്രം ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഒരു കൊട്ട മോയ്സ്ചറൈസറും ഇച്ചിരി ലിപ്സ്റ്റിക് ഇട്ടു. കണ്ണിൻ്റെ മണ്ടയിൽ ഒരു കുരുവും വന്നിട്ടുണ്ട്. കണ്ണിലും ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ അങ്ങ് പോണിറ്റെയിലും കെട്ടി ഷൂസ് സോക്സ് ഇട്ടു ഞാൻ ദേ ഇറങ്ങി. പിന്നെ കയ്യിൽ ബാഗ് എടുത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ബ്ലാങ്കറ്റ് എടുത്തിട്ടുണ്ട്. കല്യാണി ചേച്ചിയുടെ വീഡിയോസ് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അങ്ങനെ കൊണ്ടുപോകുന്നതും വലിയ നാണക്കേടായിട്ടൊന്നും കരുതണ്ട. പിന്നെ തണുപ്പ് അത് സഹിക്കാൻ പറ്റാത്തവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് അറിയുള്ളൂ. അങ്ങനെ ഞങ്ങൾ ദേ വലിയൊരു കറക്കം കഴിഞ്ഞ് ചെക്കിങ് കഴിഞ്ഞ് അങ്ങനെ തിയേറ്റർ കണ്ടുപിടിച്ച് പോപ്കോണും മേടിച്ച് പോകാൻ നിൽക്കുകയാണ്. പിന്നെ എൻ്റെ ഈ മുഖത്ത് കാണുന്നത് ഒരു ആൻസൈറ്റിയാണ് ഗൈസ്. എനിക്ക് ഈ തിയേറ്ററിൽ കയറുമ്പോൾ എവിടെ നിന്നെങ്കിലും ഇല്ലാത്തൊരു ആൻസൈറ്റിയാണ്. പിന്നെ അത് മാറ്റാൻ വേണ്ടി സ്റ്റാനിമോക്കയുടെ അടുത്ത് കുറച്ച് വായിനോട്ടമൊക്കെ അങ്ങനെ ഷെയർ ചെയ്തിരുന്നപ്പോൾ ഒരു ഇച്ചിരി സമാധാനം തോന്നി. അതും കഴിഞ്ഞ് ഞങ്ങൾ നേരെ തിയേറ്ററിൽ കയറുക. ഫീൽ ഗുഡ് മൂവിയാണെന്ന് കരുതി ആരും വിചാരിച്ചിരിക്കില്ല കേട്ടോ. കാരണം ഇതൊരു ഒന്നാന്തരം മിസ്റ്റീരിയസ് ത്രില്ലർ മൂവിയാണ്. ചിരിക്കാനൊക്കെ ഉണ്ട്. ഒരു ഫസ്റ്റ് ഹാഫിൻ്റെ പകുതി വരെ ചിരിക്കാനുണ്ടെങ്കിലും പിന്നെ അങ്ങോട്ട് കഥ ഏത് രീതിയിലാണ് പോകുന്നതെന്ന് നമുക്ക് അവസാനമേ മനസ്സിലാവുള്ളൂ. പിന്നെ 10 വയസ്സിന് താഴെയുള്ള പിള്ളേരെ കാണിക്കാണ്ടിരിക്കണമായിരിക്കും നല്ലത്. കാരണം വയലൻസ് ഒക്കെ അത്യാവശ്യത്തിന് അധികമുണ്ട്. പക്ഷേ വലിയവർക്ക് ഇറ്റ്സ് മസ്റ്റ് വാച്ച്. അമ്മാതിരി സെറ്റ് പടമാണ് ഗൈസ്. അപ്പോൾ ഇന്നത്തേക്ക് ടാറ്റാ.